അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിലെ താരീഖ് ബുക്കിലെ 10ാം പാഠം തുടങ്ങാം. അപ്പോൾ നമ്മൾ 9ാം പാഠത്തിൽ എന്താ പഠിച്ചത്? മുഅത്തത്തെ യുദ്ധത്തിനെ കുറിച്ച് പഠിച്ചു. ഹിജ്റ എത്രാം വർഷമായിരുന്നു? 8ാം വർഷമായിരുന്നു അല്ലേ? ഇനി നമുക്ക് പാഠം 10 തുടങ്ങാം. അദ്ദർസുൽ ആശർ, പാഠം 10. ഒരു സമാധാന സന്ധി. ഒരിക്കൽ പരാജയപ്പെട്ടവർ പിന്നീട് ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്ത് വരും. എന്താണ്? ഒരിക്കല് പരാജയപ്പെട്ടവര് അല്ലെ, ഒരിക്കലും എന്താണ് തോറ്റുവര് അല്ലെങ്കിൽ പരാജയപ്പെട്ടവര് ഒളിഞ്ഞിട്ടും തെളിഞ്ഞിട്ടും രംഗത്ത് വരും അല്ലെ. അപ്പൊ ഇവര് ആരാണ് ഉദ്ദേശിക്കുന്നത്? ഇവര് റോമക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. അവര് മുഅത്തത്തെ യുദ്ധത്തിൽ പരാജയപ്പെട്ടു അല്ലെ. മുഅത്തത്തിൽ പരാജയപ്പെട്ട റോമക്കാർ മുസ്ലിംകൾക്ക് എതിരെ വീണ്ടും സൈനിക നീക്കങ്ങൾ ആരംഭിച്ചു. അപ്പൊ എന്താണ്? മുഅത്തത്തെ യുദ്ധത്തിൽ പരാജയപ്പെട്ട റോമക്കാർ മുസ്ലിംകൾക്ക് എതിരെ വീണ്ടും എന്താണ് യുദ്ധത്തിന് വേണ്ടി തയ്യാറായി അല്ലെ. ഈ വിവരം അറിഞ്ഞപ്പോൾ പ്രതിരോധത്തിന് തയ്യാറാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് നിർദ്ദേശം നൽകി. എന്താണ്? ഈ വിവരം അറിഞ്ഞപ്പോൾ അവർക്ക് നേരെ പ്രതിരോധത്തിന് തയ്യാറാവാൻ എന്തായി? സ്വഹാബികൾക്ക് നിർദ്ദേശം നൽകി. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോ ആ ഒരു നേരത്ത് അവിടുത്തെ കാലാവസ്ഥ പറയണത് കഠിന ചൂടും വരൾച്ചയുമുള്ള ഘട്ടത്തിലായിരുന്നു ഇത് അല്ലേ. എന്താണ്? ആ യുദ്ധത്തിന്റെ ആ ഒരു തയ്യാറാവുന്ന ആ സമയത്ത് എന്തായിരുന്നു? കഠിന ചൂടും വരൾച്ചയുള്ളൊരു ഘട്ടത്തിലായിരുന്നു അല്ലേ. എന്നാലും കഴിയും വിധം സ്വഹാബികൾ യുദ്ധത്തിന് ഒരുങ്ങി. എന്താണ്? എന്നാലും സ്വഹാബികൾ കഴിയും വിധം എന്തായി? യുദ്ധത്തിന് തയ്യാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും തബൂക്കിലേക്ക് പുറപ്പെട്ടു. അപ്പൊ തബൂക്ക് എവിടെയാണ്? തബൂക്ക് എവിടെയാണ്? നോക്കൂ, മദീനയിൽ നിന്നും വളരെ അകലെയുള്ള പ്രദേശമാണ് തബൂക്ക് അല്ലേ. അപ്പൊ തബൂക്ക് എവിടെയാണ്? മദീനയിൽ നിന്നും വളരെ അകലെയുള്ള പ്രദേശമാണ് എന്താ തബൂക്ക്. ഹിജ്റയിലൂടെയായിരുന്നു യാത്ര. അപ്പൊ തബൂക്കിലേക്ക് പോകുന്നത് ഏത് വഴിയിലൂടെയായിരുന്നു? ഹിജ്റയിലൂടെയായിരുന്നു അല്ലേ. സമൂദ് ഗോത്രത്തെ അള്ളാഹു ശിക്ഷിച്ച പ്രദേശമാണത്. ഏത്? ഹിജ്റ. ഹിജ്റ ഏത് ഗോത്രത്തെയാണ്? സമൂദ് ഗോത്രത്തെ അള്ളാഹു ശിക്ഷിച്ച പ്രദേശമാണ്. അപ്പോൾ ഓരോ നബിമാർക്കും ഓരോ ഗോത്രമായിരിക്കും അല്ലേ. അപ്പോൾ സമൂദ് ഗോത്രം ഏത് നബിയുടെ ഗോത്രമാണ്? സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഗോത്രമാണ്. ഏത്? സമൂദ് ഗോത്രം അല്ലേ. മുഖം മറച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രദേശത്തു കൂടി സഞ്ചരിച്ചത് അല്ലെ. കാരണം എന്താണ്? അള്ളാഹു ശിക്ഷിച്ച ഒരു പ്രദേശമാണിത് ഹിജ്റ അല്ലെ. അപ്പൊ മുഖം മറച്ചുകൊണ്ടായിരുന്നു ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു പ്രദേശത്തു കൂടി സഞ്ചരിച്ചത് അല്ലെങ്കിൽ നടന്നത്. തബൂക്കിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന് രാത്രി ശക്തിയായ കാറ്റടിക്കും. എന്താണ്? തബൂക്കിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, എന്താണ്? ഇന്ന് രാത്രി ശക്തിയായ കാറ്റ് അടിക്കും, അപ്പോൾ ആരും എഴുന്നേൽക്കരുത്. എന്താണ്? ശക്തിയായ കാറ്റടിക്കുമ്പോൾ ആരും എഴുന്നേൽക്കരുത്. കാറ്റ് സമയം ഒരാൾ എഴുന്നേറ്റു, അയാൾ പറന്നു പോയി. എന്താണ്? കാറ്റ് സമയം അയാൾ എന്തുണ്ടാവും? മറന്നിട്ടുണ്ടാവും, അല്ലെങ്കിലോ അനുസരിച്ചിട്ടുണ്ടാവില്ല അല്ലേ. എന്താണ്? കാറ്റ് സമയം ഒരാൾ എഴുന്നേറ്റു, അയാൾ പറന്നു പോയി. അകലെയുള്ള ത്വയ്യ് പർവ്വതത്തിൽ ചെന്നു വീണു. ഏത് പർവ്വതത്തിന്മേലാണ് ചെന്നു വീണത്? ത്വയ്യ് എന്ന പർവ്വതത്തിന്മേൽ അല്ലേ. തബൂക്കിൽ വെച്ച് റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറാവുകയും അതിനാൽ ഏറ്റുമുട്ടൽ ഒഴിവാക്കുകയും ചെയ്തു. എന്താണ്? തബൂക്കിൽ എത്തിയപ്പോൾ റോമൻ ഭരണാധികാരി എന്ത് ചെയ്തു? സന്ധിക്ക് അല്ലെങ്കിൽ കരാറിന് തയ്യാറായി അല്ലേ. അതിനാൽ ഏറ്റുമുട്ടൽ ഒഴിവാക്കുകയും ചെയ്തു. ഹിജ്റ 9ാം വർഷമായിരുന്നു ഇത്. ഇപ്പോഴാണ് നമ്മൾ 9ാം വർഷത്തിലേക്ക് കടക്കുന്നത് അല്ലേ. ഇതുവരെ നടന്ന കാര്യങ്ങൾ എന്താണ്? 8ാം വർഷമായിരുന്നു അല്ലേ. മക്കം ഫത്ത് മുതൽ അനീതിക്കെതിരെ ഒരു വിജയം അല്ലെ. അതുവരെ 8ാം വർഷമായിരുന്നു. ഇനി നമുക്ക് തദ്രിബാത്ത് നോക്കാം.
തദ്രിബാത്ത്. 1. ഉത്തരം പറയുക. 1. സമൂദുകളെ അള്ളാഹു ശിക്ഷിച്ച പ്രദേശം ഹിജ്ർ. 2. തബൂക്കിൽ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ത്? ഇന്ന് രാത്രി ശക്തിയായി കാറ്റടിക്കും, അപ്പോൾ ആരും എഴുന്നേൽക്കരുത്. 3. തബൂക്കിൽ യുദ്ധം വേണ്ടി വന്നില്ല, കാരണം തബൂക്കിൽ വെച്ച് റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറാവുകയും അതിനാൽ ഏറ്റുമുട്ടൽ ഒഴിവാക്കുകയും ചെയ്തു. 2. പൂരിപ്പിക്കുക. 1. മദീനയിൽ നിന്നും ഡാഷ് തബൂക്ക്. മദീനയിൽ നിന്നും വളരെ അകലെയുള്ള പ്രദേശമാണ് തബൂക്ക്. 2. മുഅത്തത്തിൽ പരാജയപ്പെട്ട ഡാഷ് ആരംഭിച്ചു. മുഅത്തത്തിൽ പരാജയപ്പെട്ട റോമക്കാർ മുസ്ലിംകൾക്ക് എതിരെ വീണ്ടും സൈനിക നീക്കങ്ങൾ ആരംഭിച്ചു. 3. കാറ്റ് സമയം ഒരാൾ ഡാഷ് ചെന്നു വീണു. കാറ്റ് സമയം ഒരാൾ എഴുന്നേറ്റ് അയാൾ പറന്നുപോയി അകലെയുള്ള ത്വയ്യ് പർവ്വതത്തിൽ ചെന്നു വീണു. 4. ഹിജ്റ 9-ാം വർഷത്തിലായിരുന്നു ഇത്. പിന്നെ 3 എന്താണ്? ഇന്ന് രാത്രി കാറ്റടിക്കും, അപ്പോൾ ആരും എഴുന്നേൽക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതിനെ തുടർന്നുള്ള സംഭവങ്ങൾ പാഠത്തിൽ നിന്നും മനസ്സിലാക്കി ഈ സംഭവം നമുക്ക് എന്തെല്ലാം പാഠങ്ങൾ നൽകുന്നു അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അത് നിങ്ങൾ എഴുതാം. ഇനി നമുക്ക് സ്വലാത്ത് ചൊല്ലിയാലോ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.